സഹോദരങ്ങളെ, ഇവിടെ പടുത്തുയർത്തിയ പരിശുദ്ധമായ പള്ളി, ഈ പള്ളി ഞാൻ ആമുഖം പറഞ്ഞല്ലോ, ഇവിടത്തെ ഹൈന്ദവനും ക്രൈസ്തവനും എല്ലാ ആളുകൾക്കും ഇത് ഉപകാരപ്രദമാണ്. ഒരു തർക്കമില്ലാത്ത കാര്യമാണത്. ഒരു തർക്കവും ആ വിഷയത്തിലില്ല. നിങ്ങൾ നോക്ക്, നമ്മുടെയൊക്കെ നാട്ടിലെ പള്ളികൾ, നമ്മളാണെന്ന് പറയുന്നത് പള്ളികളിലെ ഉച്ചഭാഷിണിയുടെ ശബ്ദം അത് പുറത്തേക്ക് മറ്റുള്ളവർക്ക് അരോചകമാണ് എന്ന്. അല്ല. ഒരു ഹിന്ദു സഹോദരൻ ഇന്നുവരെ ഏതെങ്കിലും ഒരു ഹൈന്ദവ സഹോദരൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടോ? മാനവ മൈത്രി സമ്മേളനത്തോട് ചേർന്നിട്ടൊരു കോർവ പോലെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പരിപാടിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നു, ഒരു ഹൈന്ദവന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്നേ വരെ പള്ളിയിലെ ബാങ്ക് ഞങ്ങൾക്ക് അരോചകമാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ കഴിയൂല. ഒരു ക്രൈസ്തവന്റെ സ്റ്റേറ്റ്മെന്റ് കാണൂല. ഒരു മതമില്ലാത്തവന്റെ പ്രസ്താവന ഇന്ന് വരെ ഒരു പേജിൽ നമ്മൾ കണ്ടിട്ടില്ല. പള്ളിയുടെ ബാങ്ക് പ്രശ്നമാണ് എന്ന് സ്വയം നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മളാണ് പറയുന്നത് പള്ളിയുടെ ശബ്ദം കുറയ്ക്കണമെന്ന്. പക്ഷേ ശബ്ദമലിനീകരണത്തിന്റെ പേരിൽ അമ്പലങ്ങളിലെയും ചർച്ചുകളിലെയും പള്ളികളിലെയും ഗുരുദ്വാരകളിലെയും ബുദ്ധവിഹാരങ്ങളുടെയും ഒപ്പം രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനാ ചർച്ചകളുടെയും ഒക്കെ ശബ്ദം കുറച്ചിട്ടുണ്ട് ഗവൺമെന്റ്. ഹോണ് പണ്ടത്തതുപോലെ ഇല്ലല്ലോ. ഇപ്പൊ ഈ ബോക്സ് എപ്പറ കിടന്ന് ഒച്ചത്തിൽ കൂവിയാലും ഈ ഇട്ടാ വട്ടത്തിൽ നിൽക്കുന്നതല്ലാതെ അതിന് അപ്പുറത്തോട്ട് ഇതിനെ കീറിക്കൊണ്ടു പോകുന്നില്ല. അതുകൊണ്ട് ആർക്കും ഒരു അസ്വസ്ഥതയില്ല. പള്ളികളിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ നിങ്ങൾക്കറിയോ, ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഈ ബാങ്ക് എത്രത്തോളം പ്രിയങ്കരമാണെന്ന് എത്ര ഹൈന്ദവ സഹോദരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുബഹിന്റെ ബാങ്ക് കേട്ടിട്ടാണ് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ പോകുന്നത്. ഓംകാര പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഓം സദോമാം സദ്ഗമയ തമസോമാം ജ്യോതിർഗമയ ഓം അസദോമാം സദ്ഗമയ തമസോമാം ജ്യോതിർഗമയ മൃത്യോമാം അമൃതം ഗമയ. ഓംകാര പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് പൊട്ടുതൊട്ട അമ്മയുടെ മകൾ നന്നായിട്ട് കുളിച്ച് ചന്ദനക്കുറി തൊട്ട് നല്ല നിലയിൽ വസ്ത്രം ധരിച്ച് പ്രാർത്ഥനാ മുറിയിലേക്ക്, ദൈവത്തിന്റെ പൂജാമുറിയിലേക്ക് കടന്നു പോകുന്നത് പള്ളിയിലെ സുബഹി ബാങ്ക് കേട്ടിട്ടാണെന്ന് ഹൈന്ദവ സഹോദരങ്ങൾ എത്ര പേര് പറഞ്ഞിട്ടുണ്ട്. ലോഹറിന്റെ ബാങ്ക് കേൾക്കുമ്പോഴാണ് ഓഫീസിലിരിക്കുന്ന ഒരു ഹൈന്ദവന് ലഞ്ചിന്റെ ടൈമായി എന്നറിയുന്നത്. ജോലി തിരക്കിനിടയിൽ അസറിന്റെ സമയമാകുമ്പോഴാണ് ഓഫീസ് ക്ലോസ് ചെയ്യേണ്ടതെന്ന് ആ ഹൈന്ദവനെയും ക്രൈസ്തവനെയും ഓർമ്മിപ്പിക്കുന്നതിന്റെ ബാങ്ക് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് കേൾക്കുന്നു. മഗ്രിബിന്റെ സമയത്തെ ബാങ്ക് അവരുടെ സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് തിരികൊളുത്താൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. ഇഷാഇന്റെ ബാങ്ക് കേൾക്കുമ്പോൾ അവർക്ക് ഡിന്നർ കഴിച്ചിട്ട് കിടക്കാൻ ടൈമായി എന്ന് അവർക്ക് ബോധം വരുന്നത് ആ സമയത്താണെന്ന് നൂറുകണക്കിന് ഹൈന്ദവ സഹോദരങ്ങൾ പല വേദികളിലും വെച്ച് പ്രസംഗിച്ചത് ഈ വിനീതൻ കേട്ടിട്ടുണ്ട്. ആർക്കാ ബാങ്ക് അരോചകമാകുന്നത്? സുബഹിന്റെ ബാങ്ക് അമ്മക്ക് അരോചകം. കാരണം എന്താ? നല്ല തണുപ്പല്ലേ ഇപ്പൊ കിടക്കാൻ. ആ സമയത്ത് 5:25 5:15 ഒരു ബാങ്ക് വിളിക്കുമ്പോ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. ഈ മുക്രി മോദീന് വേറെ ഒരു ജോലിയില്ല, ഇപ്പൊ എണീറ്റ് നിസ്കരിക്കണം. അങ്ങനെ ഒരു ശാപവാക്ക് ഉറക്കപ്പിച്ചിലാണെങ്കിൽ പോലും പറയുന്ന നമ്മളാണ്. എന്നിട്ട് നമ്മൾ പറയുന്നു ബാങ്ക് അരോചകമാണ്. അല്ല, കേരളത്തിലെ പ്രമുഖനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, രാഷ്ട്രീയ നേതാവ് ബാങ്ക് വിളി നായയുടെ കുരയാണ് എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയപ്പോൾ യൂട്യൂബും സോഷ്യൽ മീഡിയയും സജീവമാകാത്ത ഒരു കാലമുണ്ടായിരുന്നു ഏതാനും 7-8 വർഷങ്ങൾക്ക് മുമ്പ്. ആ സമയത്ത് 40 വേദിയിൽ ബാങ്ക് വിളി നാടിനൈശ്വര്യമെന്ന് പ്രസംഗിച്ച ആളാണ്. അറിവിൽ ദുർബലരും പിന്നിലുമുള്ള ഞാൻ. അപ്പൊ പണ്ഡിതന്മാർക്ക് തഴവ മുജീബ് ഉസ്താദിന്റെ ഞാൻ ചുറ്റുമൂല പഠിക്കുമ്പോൾ തഴവ മുജീബ് റഹ്മാൻ മൗലവിയുടെ പ്രസംഗം കേട്ടിട്ടൊക്കെയാണ് നമുക്ക് പ്രസംഗിക്കണമെന്ന് ആഗ്രഹങ്ങൾ ഉണ്ടായത്. നിങ്ങൾ അറിയണം, പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. ബിലാൽ തങ്ങൾക്ക് എന്താ ക്വാളിറ്റി ഉള്ളത്? പറയത്തക്ക സൗന്ദര്യമുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകന്റെ സൗന്ദര്യം ചുവപ്പ് കലർന്ന വെളുത്ത നിറമായിരുന്നില്ലേ? ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ സൗന്ദര്യം നാട് നീളെ നടന്ന പ്രസംഗങ്ങൾ നമ്മൾ കേട്ടവരല്ലേ? ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങൾ നമ്മൾ വായിച്ചവരല്ലേ? സ്പ്രിംഗ് പോലെ വളഞ്ഞ് പുളഞ്ഞ് തലയിൽ ഒട്ടിക്കിടക്കുന്ന തലമുടി, നമ്മുടെ സ്വകാര്യ പത്തിരി, നമ്മുടെ കരുനാഗപ്പള്ളി പത്തിരി പോലെ
പരന്ന ചപ്പിയ മൂക്ക്, ചുണ്ടിങ്ങനെ തടിച്ചു തൂങ്ങിക്കിടക്കുന്ന വികൃതമായ ഈ പ്രസംഗം നടക്കുന്നതിന്റെ 4 ഭാഗത്തേക്ക് നിങ്ങൾ നോക്കിയാൽ പാതിരാത്രിയുടെ ഈ ഇരുൾമുട്ടിയ രാത്രിയുടെ നിഗൂഢതകൾ നിങ്ങൾക്ക് കാണാം. അതേപോലെ നിറമായിരുന്നു ബിലാൽ ഇബ്നു റബാഹ് തങ്ങളുടെ നിറം. കറുത്ത് കരിവാളിച്ച രൂപമായിരുന്നു. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ പരിശുദ്ധ കഅബാലയത്തിന്റെ മുകളിൽ കയറ്റിയിട്ട് മക്ക വിജയത്തിന്റെ എന്ന് ബാങ്കുലി മുഴക്കാൻ പറഞ്ഞപ്പോൾ തൊട്ടപ്പുറത്ത് മഖാം ഇബ്രാഹിമിന്റെ പരിസരത്തെ പാറക്കൂട്ടങ്ങളുടെ മുകളിൽ അന്നത്തെ ഫാസിസ്റ്റ് ദുഷ്ടശക്തികൾ ഇരുന്നിട്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഈ ഖുറാബുൽ അസ്വദിനെ അല്ലാതെ മുഹമ്മദിന് ബാങ്ക് വിളിക്കാൻ ആരെയും കിട്ടിയില്ലയോ. ഖുറാബുൽ അസ്വദ് എന്ന് പറഞ്ഞാൽ കരിങ്കാക്ക. ഈ കരിങ്കാക്ക അല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേ. ആ നിലയിൽ കറുത്ത് കരിവാളിച്ചു പോയി. ബത്ഹാഇന്റെ താഴ്വരയിൽ ഉമയ്യത്തിന്റെ പട്ടാളത്തിന്റെ ചാട്ടവാറും ചമ്മട്ടിപ്രഹരവും അനുഭവിക്കുമ്പോൾ കറുത്ത ശരീരത്തിൽ നിന്ന് ആടിന്റെ തോലുരിയും പോലെ തോലുരിഞ്ഞു വന്നപ്പോൾ മഹാനായ ബിലാൽ തങ്ങൾ ഉമയ്യത്തിനോട് പറഞ്ഞു, കുറച്ച് വെള്ളം തരുവോ എന്ന് ചോദിച്ചു. ആ സമയത്ത് നിനക്ക് വെള്ളം തരാമടാ നായേ എന്ന് പറഞ്ഞിട്ട് മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിക്കൊടുത്ത ഉമയ്യത്തിന്റെ തുപ്പുനീര് നാവ് കൊണ്ട് ഒപ്പിയെടുത്ത് തൊണ്ട നനച്ചിട്ട് അല്ലാഹു അക്ബർ എന്ന് വിളിച്ച ധീരനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ കഅബാലയത്തിന്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് ഇന്നലെ വരെ താൻ അടിമയായി ശരീരം മുഴുവനും അടിക്കപ്പെടുകയും തൊഴിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത ആ ബത്ഹാഇന്റെ മണൽത്തരികൾ മുഴുവനും കോൽമയിൽ കൊള്ളിക്കത്തക്കവണ്ണം ബാങ്ക് കൊടുത്ത ബിലാൽ റളിയല്ലാഹു തആല അൻഹു ആദരവായ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നിങ്ങൾ അറിയണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകന് ബിലാൽ റളിയല്ലാഹു തആല അൻഹു സമ്മാനിച്ച ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് ബിലാൽ തങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ ബാങ്ക് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം നിയമിച്ചു എന്നതാണ്. എന്താ കാര്യം? നിറത്തിൽ കറുപ്പ, സൗന്ദര്യത്തിൽ പിന്നില, കുടുംബം എടുത്തു പറയാൻ പറ്റിയ നല്ല കുടുംബമൊന്നുമില്ല. അബിസീനിയക്കാരനാ, ഹബിഷക്കാരനാ, എത്യോപ്യക്കാരനാ, നീഗ്രോയാണ്. പക്ഷേ ബിലാൽ തങ്ങളുടെ ക്വാളിറ്റി എന്തായിരുന്നു? ആ മനോഹരമായ ബാങ്ക്, ആ മനോഹരമായ ബാങ്ക്. അതുകൊണ്ട് ഏറ്റവും നല്ല കർണാനന്ദകരമായ ബാങ്ക് നമ്മുടെ നാട്ടിൽ മുഴങ്ങണം. ആളുകൾ അത് കേൾക്കുമ്പോൾ അറിയാതെ പള്ളിയിലേക്ക് കയറണം. എങ്ങനെ? അഴകോടെ, ഭക്തിയോടെ. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു ഹൈന്ദവ സഹോദരന് പള്ളിയിൽ കയറണം. ഏത് പള്ളിയില്? നമ്മുടെ പള്ളിയില് ഇവിടത്തെ ഒരു കൃഷ്ണൻകുട്ടിക്ക് കയറേണ്ട ഒരു സാഹചര്യം വന്നാൽ ആ കൃഷ്ണൻകുട്ടിയോട് പറയണം. അത് കൃഷ്ണൻകുട്ടിയോട് മാത്രമല്ല, ഇബ്രാഹിം കുട്ടിയുടെ അടുത്തും പറയണം, അത് മുഹമ്മദ് കുട്ടിയുടെ അടുത്തും പറയണം. അത് കൃഷ്ണൻകുട്ടിക്ക് മാത്രമല്ല, വിഷയമല്ല. നിങ്ങൾ പള്ളിയിൽ വരുമ്പോൾ മാന്യമായ വസ്ത്രം ധരിച്ചു വരണം. ഞാനൊരു രഹസ്യം പറയട്ടെ. ലൈവ് വെച്ചത് നിങ്ങളാണ്, മൈക്ക് വെച്ചത് നിങ്ങളാണ്. ഞാൻ രഹസ്യമായിട്ട് പറയാൻ പോവാൻ. MLA കാണാൻ പോകുമ്പോൾ നമ്മൾ എങ്ങനെ? ഞാനിപ്പോൾ സെക്രട്ടേറിയറ്റിനടുത്ത പള്ളിയിലാണ് ഞാൻ ജുമയ്ക്ക് പോകുന്നത്. ഈ കാസർഗോഡ് മുതൽ ഇങ്ങ് അറ്റം വരെയുള്ള ചില ആളുകളൊക്കെ ജുമയ്ക്ക് വരും. ജുമയ്ക്ക് വന്ന് അവിടെ വന്ന് കാണുമ്പോൾ റൂമിലേക്ക് വന്നിട്ട് ഇങ്ങനെ പരിചയം പുതുക്കാറുണ്ട്. നമ്മുടെ ഈ ഓട്ടത്തിൽ കാണുന്ന ആളുകളൊക്കെ എന്തോ ഒരു രസമാണ് അവരെ കാണാൻ. ടിപ് ടോപ്പാണ്. നല്ല പശയൊക്കെ മുക്കി, കഞ്ഞൊക്കെ മുക്കി. അടുത്ത് നിൽക്കാൻ പറ്റൂല, കാരണം TTയുടെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. ആ രീതിയിലും നല്ല ടിപ് ടോപ്പായി തേച്ച് കൊള്ളിയാക്കിയിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്ന സുമുഖന്മാരെ കണ്ടാ ചോദിക്കും, എന്താ അത്? മിനിസ്റ്ററെ കാണാൻ വന്നതാ? MLA കാണാൻ വന്നതാ? അതുപോലെ തന്നെ രാജ്ഭവനിൽ വന്നതാ? അതുപോലെ തന്നെ കളക്ടറേറ്റിൽ വന്നതാണ്? അതല്ലെങ്കിൽ MLA ഹോസ്റ്റലിൽ വന്നതാണെന്നൊക്കെ പറയും. ഇതിൽ പല ആളുകളെയും സ്വന്തം മഹല്ലിൽ പ്രസംഗത്തിന് പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. എന്താ അവര് ധരിച്ചിരിക്കുന്നത്? കള്ളിമുണ്ട്. പള്ളിയിലേക്ക് വരുമ്പോ അവരെടുക്കുന്ന എന്താ? കള്ളിമുണ്ട്. ഇങ്ങനെ ചുരുണ്ട് 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 നമ്മുടെ കാലിന്റെ മുട്ടിന്റെ ഭാഗം വരെ കയറിയിരിക്കുന്ന ഡ്രസ്സ്. പടച്ചോന്റെ മുമ്പിൽ നിൽക്കുമ്പോ ധരിക്കുന്ന ഇതൊക്കെയാ. MLAയുടെ മുമ്പിൽ വരുമ്പോഴോ നല്ല ടിപ് ടോപ്പ് ആയിരിക്കും. കല്യാണത്തിന് പോകുമ്പോ അല്ലെന്ന് സഹോദരിമാര് പറയട്ടെ, അവരുടെ വീട്ടിലെ ഏറ്റവും മനോഹരമായ വസ്ത്രം ഏതെന്ന് ചോദിച്ചാൽ കല്യാണത്തിനിട്ടുകൊണ്ട് പോകുന്നത്, മരണത്തിനിട്ടുകൊണ്ട് പോകുന്നത് അങ്ങനെയുള്ള വസ്ത്രങ്ങളാണ്. ഏറ്റവും മോശമായതിന്റെ തൊട്ടുമുകളിൽ മോശമായത് ഏതാ എന്ന് ചോദിച്ചാൽ വീട്ടിൽ ഇടുന്നത്, ഭർത്താവിന്റെ മുമ്പിൽ ഇടുന്നത്. കാരണം എന്റെ ഭർത്താവല്ലേ, എന്റെ ഇക്ക അല്ലേ, അപ്പൊ ഇതൊക്കെ കണ്ടോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഏതാ? മുഷിഞ്ഞ വേഷം. ആരാന്റെ മുമ്പിൽ പോകുമ്പോ നല്ല വസ്ത്രം. ഇവിടെ ഭർത്താവിന്റെ മുമ്പിൽ ഒരു തരം മോശപ്പെട്ട വസ്ത്രം. അതിനേക്കാൾ മോശപ്പെട്ട വസ്ത്രമാണ് അവരുടെ മുസല്ലയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന നിസ്കാര കുപ്പായം. മലക്ക് പോയിട്ട് ശൈത്താൻ പോലും അടുക്കൂല.
അല്ലേ? കരിമ്പേൻ അടിച്ചിട്ട് ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. സഹോദരിമാർക്ക് നല്ല ഇഷ്ടപ്പെട്ടാണ് എൻ്റെ പ്രസംഗം. കാരണം നല്ല ദേഷ്യം വരുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കാനുള്ളത്, ഏറ്റവും നല്ല വെടിപ്പുള്ള വസ്ത്രം നിങ്ങൾ പടച്ചവന്റെ മുമ്പിൽ നിൽക്കുമ്പോഴല്ലേ ധരിക്കേണ്ടത്. ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദി. ഏറ്റവും നല്ല വസ്ത്രം നിങ്ങൾ ധരിക്കേണ്ടത് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ്. പള്ളിയിൽ നിങ്ങൾ പോകുമ്പോഴാണ് ഏറ്റവും നല്ല വസ്ത്രം നിങ്ങൾ ധരിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴാണ് ഈ ആയത്തിറങ്ങിയതെന്നറിയോ? എപ്പോഴാണ് ഈ ആയത്തിറങ്ങിയതെന്നറിയോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അറാഫിന്റെ 31-ാമത്തെ വചനമാണ്. യാ ബനീ ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ. നാളെ പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഖിളർ മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും വേണ്ടി വഖഫ് ചെയ്യുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്ത വഖത്ത് നമസ്കാരത്തിലേക്ക് നിങ്ങൾ പള്ളിയിൽ പോകുന്ന ചെറുപ്പക്കാരനോട്, എന്റെ മധ്യവയസ്കനോട്, പിതാവിനോട് പറയാനുള്ളത്, നിങ്ങളുടെ വസ്ത്രങ്ങളിൽ ഏറ്റവും മനോഹരമായ വസ്ത്രം ധരിച്ചുകൊണ്ടാ പള്ളിയിൽ പോകേണ്ടത്. ഈ ആയത്തിറങ്ങാനുള്ള കാരണം എന്തെന്നറിയോ സഹോദരങ്ങളെ? പരിശുദ്ധമായ കഅബാലയ ഇന്ന അവ്വല ബൈതിന വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കാ. അല്ലാഹ് പറഞ്ഞല്ലോ, അവന് വേണ്ടി പണി കഴിപ്പിക്കപ്പെട്ട ഭൂമി ലോകത്തെ ആദ്യത്തെ ദേവാലയമാണ്, ആദ്യത്തെ ഗേഹമാണ് പരിശുദ്ധമായ കഅബ. ആ കഅബാലയത്തിന്റെ നിർമ്മാണത്തിന്റെ ഘട്ടങ്ങളിൽ സഹോദരങ്ങളെ, കാട്ടറബികളുടെ സംസ്കാരത്തില് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മക്കയിലെ പ്രവാചകത്വമായി ഏറ്റെടുത്തുകൊണ്ട് ദഅവത്തിന്റെ പ്രാരംഭഘട്ടത്തില് ആളുകൾ എങ്ങനെയാണ് തവാഫ് ചെയ്തിരുന്നതെന്നറിയോ? ഇത് കഅബാലയത്തിന്റെ കാര്യമാ പറയുന്നത്. കരിമ്പടം പുറച്ച കറുത്ത സുന്ദരിയായ കരിങ്കൽ ഭിത്തി കൊണ്ട് നിർമ്മിക്കപ്പെട്ട കഅബാലയത്തിന്റെ 4 ഭാഗത്ത് തവാഫ് ചെയ്തിരുന്ന ആളുകളെ സംബന്ധിച്ച് ഹദീസിൽ കാണാം. എല്ലാ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലും കാണാം. അവരെങ്ങനാണ് തവാഫ് ചെയ്തിരുന്നതെന്നറിയോ? പരിപൂർണ നഗ്നരായി, ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ കഅബാലയത്തിനെ തവാഫ് ചെയ്തിരുന്ന സമൂഹത്തിന്റെ മുമ്പിൽ ഇടിമുഴക്കം പോലെ പരിശുദ്ധ ഖുർആൻ വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങുകയാ. റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കൊടുക്കുകയാ. നബിയെ പറഞ്ഞു കൊടുക്കുക, യാ ബനി ആദം, മുഅ്മിനീങ്ങളോട് മാത്രമല്ല, അവിടുത്തെ വിശ്വാസികളല്ലാത്തവരോട്, അമുസ്ലിമീങ്ങളോട്, അവിശ്വാസികളോട്, മുശ്രിക്കീങ്ങളോട്, മുനാഫിക്കീങ്ങളോട്, മുഅ്മിനീങ്ങളോട് എല്ലാവരോടും അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു പറയുന്നു, യാ ബനി ആദം, അല്ലയോ ആദം സന്തതികളെ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. ഏത് പള്ളിയിൽ പോയാൽ ഇൻദ കുല്ലി മസ്ജിദിൻ എന്നാണ് പറഞ്ഞത്, ഇൻദൽ കഅബ എന്നല്ല പറഞ്ഞത്. അല്ലാഹുവിന്റെ കഅബാലയത്തിൽ വരുമ്പോൾ എന്ന് മാത്രമല്ല ഖുർആൻ പറഞ്ഞത്. അറാഫ് 31-ാമത്തെ സൂക്തം നിങ്ങളൊന്ന് പരിശോധിക്കണേ. അല്ലാഹു പറഞ്ഞത് നിങ്ങൾ കഅബാലയത്തിന്റെ അടുക്കൽ വരുമ്പോൾ എന്നല്ല, പിന്നെ അല്ലാഹ് പറഞ്ഞത് ഇൻദ കുല്ലി മസ്ജിദ്. ടോട്ടലി ജനറലൈസ് ചെയ്തുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ലോകത്തെവിടെയെല്ലാം ദേവാലയങ്ങളുണ്ടോ, ലോകത്തെവിടെയെല്ലാം പടച്ചവന് വേണ്ടിയിട്ട് ആരാധനയ്ക്ക് വേണ്ടി ഗേഹങ്ങൾ നിർമ്മിക്കപ്പെടുന്നുണ്ടോ, അത് തഴവയിലെ ഖിളർ മസ്ജിദായാൽ, അത് ലോകത്തുള്ള ഏത് പള്ളിയായാൽ, ആ പള്ളിയിലേക്ക് നിങ്ങൾ പോകുമ്പോ അല്ലാഹ് പറയുകയാണ്, സീനതകും ഇൻദ കുല്ലി മസ്ജിദി. ഏറ്റവും നല്ല അഴകാർന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകണമെന്ന എന്റെ സഹോദരങ്ങളെ, 2 പേരുടെ കഥ പറയുന്നുണ്ട്. മഹാനായ മാലിക് ബിൻ ദീനാർ കഥ പറയുകയാ. 2 ആളുകൾ മസ്ജിദിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഒരാള് പള്ളിക്കകത്തേക്ക് കടന്നുപോയി, അടുത്തയാള് പള്ളിയുടെ വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ്, പള്ളിക്കകത്തേക്ക് കയറുന്നില്ല. അയാളോട് പള്ളിയിൽ കയറിയ സഹോദരൻ ചോദിച്ചു, നീ പള്ളിയിൽ വരുന്നില്ലേ? അയാൾ പറഞ്ഞു, ഇല്ല, ഈ പള്ളിയിലേക്ക് വരാൻ മാത്രം എനിക്ക് യോഗ്യതയില്ല, ഈ പള്ളിയിൽ കയറാൻ മാത്രം എനിക്ക് യോഗ്യതയില്ല. ആ സമയത്തിന്റെ സഹോദരങ്ങളെ, തന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടും തന്റെ പ്രവർത്തനങ്ങളുടെ മോശപ്പരം കൊണ്ടും തന്റെ ദുഷ്കർമ്മങ്ങളുടെ പേമാരി കൊണ്ടും ആ മനുഷ്യൻ ചിന്തിച്ചു പോയി, ഇല്ല, എനിക്ക് അല്ലാഹുവിന്റെ പള്ളിയിൽ കയറാനുള്ള യോഗ്യതയില്ല, എനിക്ക് പടച്ചവന്റെ പള്ളിയിലോട്ട് പ്രവേശിക്കാനുള്ള യോഗ്യതയില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് പള്ളിയുടെ പുറത്തിറങ്ങി നിന്ന മനുഷ്യന്റെ അടുക്കൽ അതാ കടന്നു വരികയാണ് മലക്കാനി യൻസിലാൻ.
രണ്ട് മലക്കുകൾ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വരികയാ. ആ രണ്ട് മലക്കുകൾ ആ മനുഷ്യനെ പറ്റിയിട്ട് എഴുതിയതെന്തെന്നറിയോ? ഇവന് സത്യസന്ധനാണ്, ഇവന് സത്യസന്ധനാണ്. ഇവന്റെ ജീവിതത്തിൽ എപ്പോഴോ പാകപ്പിഴവുകൾ സംഭവിച്ചു പോയി. ആ പിഴവുകൾ തന്റെ ജീവിതത്തിൽ എപ്പോഴും തന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നപ്പോ എന്റെ സ്വഭാവ ദൂഷ്യവുമായിട്ട് അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് കടന്നു വരാൻ എനിക്ക് യോഗ്യതയില്ലെന്ന് ആ മനുഷ്യനെ തിരിച്ചറിഞ്ഞ സമയം പള്ളിയുടെ പുറത്ത് നിൽക്കുകയാണ്. ഇത്രയും വലിയ ആദരവോടെ നോക്കിക്കണ്ടപ്പോ പാപിയായ മനുഷ്യന്റെ സമക്ഷത്തിലേക്ക് വെണ്ണിൽ നിന്ന് മാലാകമാർ ഇറങ്ങി വന്നിട്ട് അവര് സത്യസാക്ഷ്യം പറയുകയാണ്. ഈ മനുഷ്യന് സിദ്ദീഖീങ്ങളിൽ പെട്ടവനാണ്, ഇവന് സത്യസന്ധനാണ്, ഇവന് സത്യസന്ധനാണ്. സഹോദരങ്ങളെ, ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹ് പറഞ്ഞതെന്താണ്? മകാന ലഹും മയദ്ഖുലുഹാ ഇല്ലാ ഖായിഫീ. ഭയഭക്തിയോടുകൂടി നെഞ്ചിടിപ്പോടെയല്ലാതെ പള്ളിയിലേക്ക് കയറാൻ പാടില്ല, നെഞ്ചിടിപ്പോടുകൂടിയിട്ടല്ലാതെ പള്ളിയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. ഇന്ന് രാഷ്ട്രീയ ചർച്ച എവിടെ വെച്ചാ ചെറുപ്പക്കാരാ? സംഘടനാ ചർച്ചകൾ എവിടെ വെച്ചാ? പള്ളിക്കകത്ത് വെച്ചല്ലേ. കടത്തിണ്ണകളിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം പള്ളിക്കകത്ത് കാണേണ്ടതിന് പകരം പള്ളിക്കകത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാര കടത്തിണ്ണകളിലും ചായപ്പീടികയിലും നടത്തുന്ന കാലത്താ. ആരാ ഇന്ന് പള്ളിക്കകത്ത് കയറുമ്പോൾ ഭൗതിക കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് ആത്മീയമായിട്ട് പടച്ചവനിലേക്ക് ലയിച്ചു ചേരുന്നവരാരാ? ഞാനുണ്ടോ? സംഘാടകരുണ്ടോ? ശ്രോതാക്കളായ നിങ്ങളുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആലോചിച്ചു നോക്കണം. അല്ലാഹ് സൂറത്തുൽ ബഖറയിലൂടെ പറഞ്ഞതെന്താണ്? മകാന ലഹും യദ്ഖുലുഹാ ഇല്ലാ ഖായിഫീൻ. പേടിച്ചുകൊണ്ടല്ലാതെ പള്ളിക്കകത്ത് കയറാൻ പാടില്ല. അഴകോടുകൂടി ഭക്തിയോടുകൂടി ഒരു പള്ളിയെ സമീപിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. വെറുതെ പറയുന്നതല്ല. ഏറ്റവും ഉചിതമായ, ഏറ്റവും കരണീയമായ, അഭികാമ്യമായ കാര്യമേതെന്നറിയോ? സഹോദരങ്ങളെ, പള്ളിയിലേക്ക് നമ്മൾ പോകുമ്പോ മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചല്ലോ, കഅബാലയത്തിൽ പോയാൽ കഅബയുടെ തവാഫാണ് നിങ്ങളുടെ അഭിവാദനം. ഒരു മുസൽമാനെ കാണുമ്പോ അവന്റെ മുഖത്ത് നോക്കിയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയലാണ് അഭികാമ്യം. അത് കഴിഞ്ഞാൽ അതാണ് അഭിവാദനം. എന്നാൽ ഒരു പള്ളിയിൽ പോയാൽ ഖിദ്ർ മസ്ജിദിൽ നിങ്ങൾ കയറുമ്പോൾ ആ പള്ളിയെ ചുറ്റലല്ല വേണ്ടത്. അതാണ് ചന്ദനക്കുടം ഇസ്ലാമികമല്ലെന്ന് പറഞ്ഞത്. കഅബാലയത്തിൽ മാത്രമേ പള്ളിയെ ചുറ്റാൻ പറ്റൂ. മദീന പോലും പള്ളിയെ ചുറ്റേണ്ടതില്ല, മസ്ജിദുൽ അഖ്സ പോലും പള്ളിയെ ചുറ്റേണ്ടതില്ല. പിന്നെങ്ങനാണ് ഭീമാ പള്ളിയിൽ നമ്മൾ ചുറ്റുക? പിന്നെങ്ങനാണ് കരുനാഗപ്പള്ളി ശൈഖ് പള്ളിയിൽ ചുറ്റുക? പ്രിയപ്പെട്ടവരെ, ഞാൻ 916 സുന്നി തന്നെയാണ് പറയുന്നത്, സുന്നി ആശയം തന്നെയാണ്. ആർക്കും തർക്കമില്ല, ആർക്കും തർക്കമില്ല. ഞാൻ പറയട്ടെ, പള്ളിയിൽ തവാഫ് ചെയ്യേണ്ടത് കഅബാലയം മാത്രമാണ്. ഒരു സത്യവിശ്വാസിയെ കാണുമ്പോ സലാം ചൊല്ലലാണ്. എന്നാൽ ഒരു പള്ളിയിൽ പോകുമ്പോൾ അഭിവാദനം റസൂലുള്ളാഹി പഠിപ്പിച്ചതേതെന്നറിയോ? അഅത്തുൽ മസാജിദ ഹഖഹാ. നാളെ കിഴക്കൻ ചക്രവാളത്തിൽ അരുണകിരണങ്ങൾ പ്രകടമാകുമ്പോ ഖിദ്ർ മസ്ജിദിനെ സമീപത്തുകൂടി നിങ്ങൾ പോയാൽ ആ പള്ളിയിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ എങ്ങനെ കയറണമെന്ന് പറഞ്ഞു? അഴകോടെ ഭക്തിയോടെ നിങ്ങൾ കയറണമെന്ന് പറഞ്ഞു. അടുത്തത് നിങ്ങൾ പള്ളിയിലേക്ക് കയറി കഴിഞ്ഞാൽ ആ പള്ളിയോടുള്ള ബാധ്യത നിങ്ങൾ നിറവേറ്റണമെന്ന് മുഹമ്മദ് മുസ്തഫ ചോദിച്ചു. വമാ ഹഖുഹാ യാ റസൂലല്ലാഹ്, അതിനോടുള്ള ബാധ്യത എന്താണെന്ന് പറയുമോ? നബി തങ്ങൾ പറഞ്ഞു, അൻതുസല്ലൂ റകഅതൈനി ഖബ്ല അൻ തജ്ലിസൂ. നിങ്ങൾ അവിടെ ഇരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നമസ്കരിക്കുക. സഹോദരങ്ങളെ, ഇതിനെ അറബിയിൽ പറയുന്നത് തഹിയ്യത്തിന്റെ നിസ്കാരം എന്നാണ്. തഹിയ്യത്ത് എന്ന അറബി പദത്തിന്റെ മലയാള അർത്ഥം അഭിവാദനമെന്നാണ്. ഒരാൾ മറ്റൊരാളെ കാണുമ്പോ സലാം പറയൂലേ? കഅബാലയത്തിലെത്തുമ്പോ അതിനെ വലയം ചെയ്യൂലേ? അതുപോലെ പള്ളിയിലേക്ക് വന്ന മുസ്ലിമേ ചെയ്യേണ്ടത് ഇരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നമസ്കാരമാണ്. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കണേ.
ഈ നാട്ടില് 950 ഇങ്ങനെ ഒരു പള്ളിക്ക് വേണ്ടിയിട്ട് തീരുമാനമെടുക്കുമ്പോ ഇന്ന് 2026 ജാനുവരി മാസത്തില് ഈ അനുഗ്രഹീതമായ പള്ളിയുടെ ഉദ്ഘാടനം നടക്കുമ്പോ ആ കബറിൽ കിടന്ന് മഹാനായ തഴവ ഉസ്താദ് പറയുന്ന വാക്കെന്തെന്നറിയോ? സഹോദരങ്ങളെ, നേരത്തെ ഞാൻ തുടങ്ങുമ്പോ പറഞ്ഞ ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങളെ തന്റെ ഇഹ്യയിൽ പറയുകയാണ്, മാമിൻ ലൈലത്തിൻ ഇല്ലാ വയുനാദി മുനാദിൻ യാ അഹ്ലൽ ഖുബൂർ. ഓരോ പാതിരാപ്പിട നിശബ്ദതകളിലും വിളിച്ചു പറയുന്നൊരു വിളിയാളൻ വിളിച്ചു പറയുകയാണ്, ഓ ശ്മശാന താമസക്കാരെ, ഓ ശ്മശാനത്തിൽ കിടക്കുന്നവരെ, ഖബർസ്ഥാനിൽ അന്തി ഉറങ്ങുന്നവരെ, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹമെന്ന് ചോദിക്കുമ്പോൾ ഈ തഴവയുടെ കുറ്റിപ്പുറപ്പിന്റെ ഈ അന്തരീക്ഷത്തിൽ വന്ന് നിന്നുകൊണ്ട് ഒരു വിളിയാളൻ വിളിച്ചു ചോദിക്കുന്നു തഴവ ഉസ്താദിനോട്, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹമെന്ന് ചോദിക്കുമ്പോൾ അവര് പറയുമത്രേ, നഗ്ബിതു അഹ്ലൽ മസാജിദി, ഞങ്ങൾക്ക് അഭിമാനം പള്ളിയിലുള്ള ആളുകളോടാണ്, ഇതിന്റെ പരിപാലകരോടാണ്, ഇതിൽ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവരോടാണ്. എന്താ കാര്യമെന്നറിയോ? ലിഅന്നഹും യുസല്ലൂന വലാ നുസല്ലി, അവര് നിസ്കരിക്കുന്നുണ്ട്, ഞങ്ങൾ നിസ്കരിക്കുന്നില്ലല്ലോ. ഈ ഖബറിൽ ഞങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ലല്ലോ. ഖബറിൽ നിസ്കരിച്ച ഒരു പ്രവാചകനുണ്ട്, സയ്യിദുനാ കലീമുല്ലാഹി മൂസ. മറർതു ബി ഖബരി മൂസ ഫഇദാ ഹുവ ഖായിമുൻ യുസല്ലി ഫീ ഖബരിഹി. ഞാൻ മൂസ പ്രവാചകന്റെ ഖബറിന്റെ സമീപത്ത് കൂടി പോയപ്പോ ആ ഖബറിനകത്ത് മൂസാ നബി നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ആദരവായ പ്രവാചകൻ ഇന്നേവരെ സത്യത്തിന്റെ ലാഞ്ചന ആദരങ്ങളിൽ നിന്ന് തമാശയ്ക്ക് പോലും അടർന്നു വീഴാത്ത ആമിനയുടെ പൊന്നുമോൻ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇഹ്യായിൽ രേഖപ്പെടുത്തുകയാണ്, ഓരോ ഖബറാളികളും ആഗ്രഹിക്കുന്നു, ഈ ആളുകൾക്ക് നിസ്കരിക്കാൻ പറ്റുന്നു, ഞങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ, ഞങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ. ജീവിച്ചിരിക്കുമ്പോ നിസ്കരിക്കണം, ജീവിച്ചിരിക്കുമ്പോഴേ നിസ്കരിക്കാൻ കഴിയുള്ളൂ. മരിച്ചുപോയാ നമുക്ക് വേണ്ടി മറ്റുള്ളവർ നിസ്കരിക്കും. ജീവിച്ചിരിക്കുമ്പോഴേ നമുക്ക് പറ്റുള്ളൂ. നമ്മൾ മരിച്ചാൽ 3 വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് മീറ്ററിന് 60 രൂപ വിലയുള്ള 3 കഫൻ പുടവയിൽ പൊതിഞ്ഞിട്ട് 3 സ്ഥലത്ത് ഒരു ചെറിയ അബിൽ നിന്ന് തന്നെ എടുത്ത നാട കൊണ്ട് കൂട്ടിക്കെട്ടിയിട്ട് ദ്വാരങ്ങളിൽ പഞ്ഞി വെച്ച് നമസ്കാരത്തിന്റെ സുജൂദിന്റെ അവയവങ്ങളിൽ പഞ്ഞി വെച്ചിട്ട് കുറച്ച് പെർഫ്യൂം തേച്ചിട്ട് നിന്നെ പച്ച മണ്ണിനോട് ചേർത്ത് വെക്കുമ്പോൾ, പ്രിയപ്പെട്ട പെങ്ങളെ, നിന്നെ പള്ളിയിൽ കൊണ്ടുവന്ന് നിസ്കരിക്കുകയാണ്. അന്ന് നിനക്ക് നിവരാനും കുനിയാനും ഇരിക്കാനും ചരിയാനും തിരിയാനും കഴിയാത്തൊരവസ്ഥ. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോ അത് ചെയ്യ്. നിങ്ങളുടെ മുന്നിൽ ഒരു പള്ളി വെക്കുമ്പോൾ ഈ പള്ളി എന്തിനാണ്? തഴവയുടെ മണ്ണിൽ, തഴവ ഉസ്താദിന്റെ മണ്ണിൽ നിൽക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർത്തോർത്തു പറയുകയാണ്, ഈ വിനീതന്റെ നാട് കേരളത്തിലെ കൊച്ചു പൊന്നാനി എന്നറിയപ്പെടുന്ന പ്രദേശമാണ് പനവൂർ. ആ പനവൂരിലെ പള്ളിയുടെ മഹത്തായ ഉദ്ഘാടന വേളയിൽ തഴവ ഉസ്താദ് സ്വന്തം കൈപ്പടയിൽ എഴുതിയിട്ടൊരു പാട്ട് പാടി. ആ പാട്ടിൽ ഉസ്താദ് ഇങ്ങനെ ഒരുപാട് വാചകങ്ങൾ എഴുതി പിടിപ്പിക്കുമ്പോ അതിലൊരു വരി എന്താണെന്നറിയോ? വെറും പ്രൗഢിയിൽ മാത്രം ഫലം എന്തുണ്ട്, പാലില്ല പശുവിന് കാഴ്ചയിൽ രസമുണ്ട്, ചില പള്ളികൾ കാഴ്ചയ്ക്ക് കൗതുകമുള്ളതാ, ജുമഅയ്ക്ക് പോലും പ്രാവ് നിസ്കരിക്കേണ്ടതാ. ആർക്കും വിശദീകരണമില്ലാതെ തഴവ ഉസ്താദ് പറഞ്ഞു വെച്ചു. ഒരു പശുവിനെ വാങ്ങി 60,000 രൂപയ്ക്ക് കുറ്റിപ്പുറത്തെ വീട്ടിന്റെ പശുവിന്റെ തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടി നേരം പരപരാ വിളക്കുന്ന സമയത്ത് വലിയൊരു പാത്രമെടുത്ത് അതിന്റെ അകിടിലേക്ക് ചേർത്ത് വെച്ചിട്ട് പാല് ചുരത്താൻ ശ്രമിക്കുമ്പോൾ ആ പാല് പശു ചുരത്താതെ അകിടിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ പശുവിനെ കൊണ്ട് എന്ത് ഗുണം? പോത്താണെങ്കിൽ ഉലുഹിയയ്ക്ക് കൊടുക്കാം, കാളയാണെങ്കിൽ ഉലുഹിയയ്ക്ക് കൊടുക്കാം. മറ്റുള്ളവർ വിശ്വസിക്കുന്നത് നമ്മൾ പശുവിനെ തിന്നുന്നാണ്. പശു ഇറച്ചിയാണെന്ന് അറിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുക ചെയ്യുക, അല്ലേ? പശു എന്ന് പറയുന്ന ആ ജീവി, അതിനോട് ആകെ അതിൽ നിന്ന് കിട്ടുന്ന ഉപയോഗം എന്ന് പറഞ്ഞാൽ പാലാണല്ലോ. ആ പാല് ചുരത്താതെ 60,000 രൂപയ്ക്ക് വാങ്ങിയ പശു പാല് ചുരത്തിയില്ലെങ്കിൽ
കാണാൻ നല്ല മനോഹരമായ 2 ചെറിയ കൊമ്പ്, അതേപോലെ തന്നെ മനോഹരമായ നല്ല ശരീരം, ആ നല്ല നിറമാണ്, നല്ല വാലാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആ പാല് പശു പാല് തന്നില്ലെങ്കിൽ എന്താ ഗുണം? അതാണ് ഞാൻ പറഞ്ഞത്. വെറും പ്രൗഢിയിൽ മാത്രം ഫലം എന്തുണ്ട്? പാലില്ല പശുവിന് കാഴ്ചയിൽ രസമുണ്ട്. ചില പള്ളികൾ കാഴ്ചയ്ക്ക് കൗതുകമുള്ളതാ, ജുമഅയ്ക്ക് പോലും പ്രാവ് നിസ്കരിക്കേണ്ടതാ. നല്ല പള്ളിയാണ്, കാണാൻ മനോഹരം. താജ്മഹലിന്റെ മോഡലിലെ പള്ളി നമ്മുടെ കരുനാഗപ്പള്ളി ഇവിടെ സ്വന്തമാണ് അല്ലേ? എന്തെല്ലാം മോഡലാ പള്ളി.